വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ. മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. Super Absorbent Hobbies Diaper. Aishwarya Institute of Nursing Sciences. ഈ ജന്മനാട്ടിലേക്ക് ആനയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് അനർഘ സുന്ദരമായ നിമിഷങ്ങളും അതുപോലെ തന്നെ മറ്റൊരു സുന്ദരമായ നിമിഷങ്ങൾ എത്തിച്ചേർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നിലമ്പൂരിന്റെ ചരിത്രം കാൽപന്തുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് ഉവൈസിന് ജന്മനാടിന്റെ സ്നേഹോഷ്മളമായ സ്വീകരണം. നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിലാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവേശകരമായ സ്വീകരണം നൽകിയത്. നിലമ്പൂരിൽ നിന്നും ആദ്യമായി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മുഹമ്മദ് ഉവൈസ് ഫുട്ബോൾ പരിശീലകനായ മയ്യന്താനി സ്വദേശി മോയിക്കൽ കമാലുദ്ദീന്റെ മകനാണ്. ദോഹയിൽ നടന്ന കാഫ നേഷൻസ് കപ്പിൽ ഇന്ത്യയെ 3ാം സ്ഥാനത്തെത്തിച്ച് വെങ്കല മെഡലിൽ മുത്തമിട്ട ശേഷം ജന്മനാട്ടിലേക്കെത്തിയ മുഹമ്മദ് ഉവൈസ് വൈകുന്നേരം 5:20 നിലമ്പൂർ താഴെ ചന്തക്കുന്നിലേക്കെത്തിയത്. അവിടെ നിന്നും തുറന്ന വാഹനത്തിലാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിച്ചത്. 11 അംഗ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മുഹമ്മദ് ഉവൈസ് നാടിന് അഭിമാനമായി മാറിക്കഴിഞ്ഞു. സ്വീകരണ ചടങ്ങ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു. നമുക്കേറെ അഭിമാനം നൽകുന്ന, നമുക്കേവർക്കും ഏറെയേറെ പ്രിയങ്കരനായ മുഹമ്മദ് ഉവൈസ്, വേദിയിലിരിക്കുന്ന കൗൺസിലർമാർ, മറ്റു വ്യക്തികൾ, ഉവൈസിൻ്റെ വാപ്പ കമാൽ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ നാട്ടുകാർ, നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ലോകത്ത് അല്ലെങ്കിൽ ഫുട്ബോൾ കളിയിൽ നമ്മുടെ ചമ്പാല നാണിയാക്കം മുതൽ ഞാനും നിങ്ങളുമൊക്കെ കണ്ട ധാരാളം പന്ത് കളിക്കാർ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും സെവൻസ് ഫുട്ബോളിലാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 11th ഫുട്ബോളിൽ നമ്മുടെ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ മാനേജർ റഷീദ് കേരള പോലീസിന് വേണ്ടി കളിച്ചു. നമ്മുടെ മുൻ വൈസ് ചെയർമാൻ PV ഹംസ പ്രീമിയർ ടയേഴ്സിന് വേണ്ടി കളിച്ചു. നമ്മുടെ കുന്നത്തുപറമ്പൻ ഷൗക്കത്ത് PNT പോസ്റ്റ് ആൻഡ് ടെലഫോൺസ് ക്ലബ്ബ് കളിച്ചു. അങ്ങനെ ധാരാളം നല്ല നല്ല കളിക്കാരെ വാർത്തെടുത്ത ഒരു കാലഘട്ടം നിലമ്പൂരിലുണ്ടായിരുന്നു. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ സ്കറിയ കിനാന്തോപ്പിൽ, പാലോളി മെഹബൂബ്, VA കരീം, സാലി ബിജു, റനീഷ് കുപ്പായി, കമാലുദ്ദീൻ മോയിക്കൽ എന്നിവർ സംസാരിച്ചു. നഗരസഭയുടെ ആദരവ് നഗരസഭാ ചെയർമാൻ കൈമാറി. വല്ലാത്തൊരു നിമിഷമാണ് ഇതുപോലൊരു നിറതാങ്ങിയുടെ മുന്നിൽ പല പ്രാവശ്യം നിന്നിട്ടുണ്ട്. ഇതിന് ഒരു പേരുണ്ടല്ലോ, കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഒരു വിറയലുണ്ടാവും. പക്ഷെ ഇന്ന് വിറക്കല്ല, സന്തോഷം കൊണ്ട് എന്താ പറയണമെന്ന് അറിയുന്നില്ല. എന്തായാലും പറയണമെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സന്ദർഭത്തിൽ ഒരുപാട് നന്ദി. അത് എങ്ങനെ പറഞ്ഞാലും തീരൂല. ഈ പറഞ്ഞ പോലെ ഈ വേദിയിലിരിക്കുന്ന ഓരോരുത്തരും, അതേപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും. തുടർന്ന് വിവിധ ക്ലബ്ബുകളും ആദരവ് കൈമാറി. മുഹമ്മദ് ഉവൈസ് അടക്കമുള്ള ഇന്ത്യൻ ടീം കാഫ നേഷൻസ് കപ്പിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിഷൻ നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, family pool, kids pool, adult pool, children's splash,
family splash slide, open body slide, closed body slide, 16D theater, children's park, zip line, zip cycle, fly carpet തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.